എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പ്രത്യേകമായി പ്രശംസിക്കേണ്ട ദിവസമാണെന്ന് ഇന്ന് എന്നല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം, കേരള പോലീസ് ജനമൈത്രി പോലീസ് സ്റ്റേഷനിലൊക്കെ ധാരാളമായി ഉണ്ട്. അതായത് ജനങ്ങളെ സേവിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, സാമൂഹിക ക്രമീകരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇടപെടുക, മാത്രമല്ല സേവനം നടത്തുക, ഏറ്റവും മര്യാദയായി ഇവരോട് പെരുമാറുക എന്നതൊക്കെയാണ് മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ മദ്യപിക്കാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് കുറച്ച് മദ്യം കൊടുക്കുന്നത് കൊണ്ടോ, അയാൾക്ക് ഇച്ചിരി ടച്ചിങ്സിനായി ഇച്ചിരി അച്ചാർ കൊണ്ട് കൊടുക്കുന്നുണ്ടോ, സോഡ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടോ, ഇച്ചിരി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നതിലോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പ്രത്യേകിച്ച് അത് കൊടിസുനിയെ പോലെയുള്ള കൊടും കുറ്റവാളികളാവുമ്പോൾ അതിൽ ത്രില്ല് കൂടുകയും ചെയ്യും. ഞാൻ പറയുന്നത് അങ്ങ് വെള്ളരിക്ക പട്ടണത്തിലെ കഥയൊന്നുമല്ല, കേരളത്തിലെ കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കുറച്ചധികം നാളുകളെ എത്രയോ അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്രമസമാധാന പരിപാലനത്തിനായുള്ള കേരള പോലീസ് സത്യത്തിൽ CPM-ന്റെ പിണിയാളുകളായി മാത്രം ഒതുങ്ങുന്ന അവസ്ഥയുമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അവിടെ സിസ്റ്റത്തിന്റെ പരാജയമാണ്, അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2-3 പേരെ മാത്രം സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒതുക്കിയിരുന്നു. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് CPM-ന്റെ കോട്ടയാണെന്നും അവിടെ രക്തസാക്ഷി മണ്ഡപം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട് എന്നും അവിടെയുള്ള ആളുകൾ സത്യത്തിൽ ഒരു വെക്കേഷൻ മോഡിൽ മാത്രമാണ് പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണ്ടകൾ അവിടെ ചെന്ന് താമസിക്കുന്നതെന്നും അവർക്ക് എത്ര നാളകത്ത് കിടക്കുന്നു അതിനേക്കാൾ ഇരട്ടി പരോളും ലഭിക്കാറുണ്ടെന്നതൊക്കെ വസ്തുതയാണ്. ഇതിനൊക്കെ രാഷ്ട്രീയ സ്വാധീനം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഏരിയ കൂടിയാവുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ തലോടലും താരാട്ടുമൊക്കെ ഈ പ്രതികൾക്ക് ലഭിക്കുന്നത് സാധാരണയാണ്. എന്നാൽ ഇത്തവണ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ്. നോക്കൂ, ജൂലൈ 17-ാം തീയതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിലേക്ക് മാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് കൊടിസുനിയെയും 2 കൂട്ടുപ്രതികളായ TP പ്രതികളായ ഷിനോജിനെയും മുഹമ്മദ് ഷാഫിയെയും ഒക്കെ പോലീസുകാർ കൊണ്ടുപോകുന്നത്. ശേഷം കോടതിയിൽ നിന്നും തിരികെ കൊണ്ടുവരുന്ന സമയത്ത് ഹോട്ടൽ വൃന്ദാവൻ, തലശ്ശേരിയിലെ ഹോട്ടൽ വൃന്ദാവനിൽ വെച്ച് ഇവർ ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. അവിടെ വെച്ച് ഒരു കാറിൽ ഒരു 3 അംഗ സംഘം എത്തുന്നു. ഇവർക്ക് കുറച്ച് മദ്യവും ടച്ചിങ്സും സോഡയും ഒക്കെയാണ് ഇവർ എത്തുന്നത്. പോലീസുകാർ എന്ത് ചെയ്യുന്നു? മാറി നിൽക്കുന്നു. അവർ അതിനുള്ള എല്ലാ സേവനങ്ങളും നടത്തുന്നു. കാരണം ഇദ്ദേഹം VIP ആണല്ലോ, രാഷ്ട്രപതിയേക്കാൾ ഉയർന്ന റാങ്കിലുള്ള ഒരാളാണല്ലോ, കൊലക്കേസ് പ്രതിയാണ്, പ്രത്യേകിച്ച് CPM-ന്റെ വലം കൈയാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം രാജകീയ പരിവേഷമാണുള്ളത്. അബദ്ധത്തിലാണ് അയാൾക്ക് ഒരു ശിക്ഷയൊക്കെ കൊടുത്ത് ജയിലിൽ കിടക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാൽ TP വധക്കേസിലെ ഈ പ്രധാന പ്രതി കൊടിസുനി പോലീസിന്റെ കാവലിൽ അങ്ങ് മദ്യപിക്കുകയാണ്. ശേഷം ഈ CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ എക്സ്ക്ലൂസീവായി പുറത്തുവിടുകയും വൃന്ദാവൻ ഹോട്ടലിൽ പോലീസിന്റെ സേവനത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനോടുകൂടി കൃത്യമായ നിയമലംഘനം കൊടിസുനി നടത്തി എന്നറിയുന്നു. ഈ 17-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന CPM-മാരായ ആളുകൾ പോലീസിന്റെ ഉന്നത അധികാരികളെ ഈ വിഷയം അറിയിച്ചില്ലേ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പറയുന്നത് തങ്ങളെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ തങ്ങളോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വന്ന 3 അംഗ സംഘം ബലമായി ഇവരെ മാറ്റിയെന്നും അവരെ പേടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇവരെ മദ്യപിക്കാൻ അനുവദിച്ചെന്നുള്ളൊരു തൊടുന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വിശ്വാസയോഗ്യമല്ല. എന്തായാലും ജൂലൈ 17-ാം തീയതി ഈ വിഷ്വൽ പുറത്തു വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊടിസുനിക്ക് ജൂലൈ 21-ന് 15 ദിവസത്തെ പരോൾ അനുവദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് വീണ്ടും ഈ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലാതെയും ഒക്കെ പ്രചരിക്കുന്നത്. മാധ്യമങ്ങൾ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കുകയും ചെയ്യുന്നത്. ഒടുക്കം 5 ദിവസത്തെ പരോൾ കൂടി ബാക്കിയുണ്ടായിരുന്ന കൊടിസുനിയെ 31-ാം തീയതി പോലീസ് ജയിലിലേക്ക് തിരികെ വിളിക്കാൻ അയാൾക്ക് പരോൾ റദ്ദാക്കി. ഇതോടുകൂടി തീർന്നു. അതായത് ഏറ്റവും മിനിമം അബ്കാരി നിയമം അനുസരിച്ച് പൊതുസ്ഥലത്ത് മദ്യപിച്ച് എന്നൊരു കേസ് പോലും എടുക്കാതെ 10 ദിവസം പുറത്ത് നടന്ന് വിശാലമായി നടന്ന ഇയാളെ 5 ദിവസത്തെ പരോൾ റദ്ദാക്കിക്കൊണ്ട് തിരികെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് കേരള പോലീസ് മാതൃക കാണിച്ചിരിക്കുകയാണ്. പൊതുമധ്യത്തിൽ മദ്യപിക്കുന്നതൊന്നും തെറ്റൊന്നും മാത്രമല്ല, ഈ സാധാരണക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാമെന്നാണ് പറഞ്ഞത്. P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നിയമസഭാ സ്പീക്കർ അടക്കമുള്ള ആളുകളൊക്കെ അവർക്കതിനെ ശിക്ഷ കൊടുത്തല്ലോ, ഇതിലെന്താണ് ഇനി പ്രശ്നമായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മാഹി ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായി ആയ വ്യക്തികളാണ് ഈ കൊടിസുനി എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ ഇനിയും തലശ്ശേരി കോടതിയിലൊക്കെ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ പോലീസിന് എടുത്തത് ഇയാളെ ഇനി CPM-മാരല്ല, കുറച്ചുകൂടി മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ആയിരിക്കും അയക്കുക. മാത്രമല്ല കൈവിലം ഇട്ടുകൊണ്ട് പോകും എന്നതടക്കമുള്ള അതിക്രൂരമായ നടപടികളാണ് കേരള പോലീസ് എടുത്തത്.
ഇയാൾക്കെതിരെ അഡീഷണൽ ആയി ഒരു കേസ് ചുമത്താനോ ഇയാൾ നടത്തിയിട്ടുള്ള നിയമലംഘനത്തിനെതിരെ എന്തെങ്കിലും തരത്തിൽ പ്രതികരിക്കാനോ ഒന്നും ഇവർ തയ്യാറല്ല. കാരണം അത് അഡീഷണൽ ആയുള്ള കേസിലേക്കും ഇയാൾക്ക് കുറച്ചധികം നാൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഇവിടെയുള്ള ആളുകൾക്ക് ഏമാന്മാർക്ക് നെഞ്ചുവേദന ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് കൊടിസുനിയെ ഉപദേശിച്ച് ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ആദ്യമായല്ല കൊടിസുനിയും സംഘാംഗങ്ങളും ഒക്കെ കോടതി സന്ദർശിക്കുന്ന സമയത്ത് മദ്യപിക്കാൻ പോകുന്നതൊക്കെ. എന്തായാലും കൊടിസുനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ പിണറായി വിജയൻ പറയുന്നത് കേട്ട് തുള്ളുന്ന പാവകളായി മാത്രം മാറിയിരിക്കുന്നു എന്നൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കൊടിസുനി അതിനൊരു ഉദാഹരണം മാത്രമാണ്. അയാൾക്ക് പരോളിൽ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായി പ്രദേശം വിട്ടു പോകാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ഇയാൾ കർണാടക, അതായത് സംസ്ഥാന അതിർത്തി പോലും വിട്ട് കർണാടകയിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇയാൾ നാട്ടിലെത്തുന്ന സമയത്ത് ഒരു മാടമ്പിയാണ്, ആ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നടക്കുന്ന ഒരു വില്ലാളി വീരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ രാജാക്കന്മാരായി വാഴിക്കുന്നൊരു സിസ്റ്റമാണ് കേരളത്തിലുള്ളത് എന്നത് പറയാൻ തന്നെ നാണക്കേടാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ പോലീസിന് ശമ്പളം എടുത്തു നൽകുന്നത് കേരളത്തിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും വരുന്ന പണത്തിൽ നിന്നാണ്. അങ്ങനെയുള്ള ആളുകൾ CPM-ന്റെ അടുക്കള കഴുകാനും അവിടെ വീട് വൃത്തിയാക്കുവാനും ഈ കണ്ട കൊടും കുറ്റവാളികൾക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ വന്ന ഉദ്യോഗസ്ഥരല്ല. അവരൊക്കെ PSC പരീക്ഷ എഴുതി കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരായ ആളുകളാണ്. അവരെ കൊണ്ടല്ല ഇമാതിരി പണികൾ ചെയ്യിപ്പിക്കേണ്ടത്. ഇത്രയും ഗതികെട്ട, ഇത്രയും ഒരു നാണം കെട്ട വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പിന് നമോഭാഗം.